ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് ഇത്തവണ ഒരു ഓയിൽ പേസ്റ്റ് വാങ്ങി. ഞാൻ ഈ ഓയിൽ പേസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ അവിടെ കുറേ ആർട്ടിൻ്റെ സാധനങ്ങളുണ്ട്. അതെല്ലാം കണ്ടിട്ട് അയ്യോ, എനിക്ക് അവിടെ നിന്ന് പോരണമെന്നും ഉണ്ടായിരുന്നില്ല. ആ കടയിൽ തന്നെ കുറേ നേരം നിന്നു. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ വില കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ ഇതെടുത്തിങ്ങ് പോന്നു. ശരിക്കും ഈ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് ഗൈസ്. നമുക്കിവിടെ കടയിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന നടരാജൻ്റെ പെൻസിൽ പോലൊന്നുമല്ല. ഞാനെപ്പോഴും ഈ ഡ്രോയിങ്ങിൻ്റെ മറ്റേ 70 രൂപയ്ക്ക് കിട്ടുന്ന ഒരു 6 പെൻസിലുണ്ടാവും. അതേപോലെ തന്നെ ഈ ക്രയോൺസ്, വാട്ടർ കളർ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, ഞാനതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ട്. ചേച്ചി തന്ന പൈസയും കൊണ്ടായിരുന്നു കടയിൽ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ആ പൈസ ഏതാണ്ട് കാലിയായി. അപ്പോൾ ഒരു ഇതായിരുന്നു, ഇത്രയൊന്നും വാങ്ങണ്ടായിരുന്നു, പൈസ ചിലവാക്കിയതിൻ്റെ ഒരു ചെറിയൊരു കുത്തൽ. പിന്നെ ആലോചിച്ച്, ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ സിഗരറ്റ് വലിക്കാനും കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ലഹരിക്ക് പൈസ കുറേ കൊണ്ടുവച്ച് ചിലവാക്കുന്നു. അത് വെച്ച് നോക്കുമ്പം ഞാനൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. ഇത് ഞാൻ പെൻസിൽ കൊണ്ട് എന്താ പറയുക, ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഈ ഓയിൽ പേസ്റ്റ് വെച്ച് ചെയ്യണതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണത്തെ പോലെയല്ല, ഞാനിതിൽ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് ആക്ച്വലി ഇന്നലെ രാത്രിയാണ് വരച്ചത്. പക്ഷെ ആ സമയത്ത് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസൊക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്തതാക്കി വരണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് രാവിലെ ആയിട്ട് ചെയ്യാമെന്ന്. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്ത് ആ ഫ്ലോയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടിലെ നായ ഒന്നെങ്കിൽ കുരയ്ക്കുക, ഇല്ലെങ്കിൽ അച്ഛൻ സംസാരിക്കും, ഇല്ലേ അമ്മ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യും, എന്നിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യും. ഇതെന്നെ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോൾ തോന്നുന്നു രാത്രി ചെയ്താൽ മതിയായിരുന്നെന്ന്. ഇപ്പോഴാണ് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ രാത്രി ഇരുന്ന് വരയ്ക്കുന്നതെന്നുള്ളത്. ഞാൻ രാത്രി ആട്ടോ പൊതുവേ ഇരുന്ന് വരയ്ക്കാറ്. എന്താണെന്ന് അറിഞ്ഞൂടാ, ആ സമയത്താണ് ഒരു വല്ലാത്ത ഒരു റഷ് ഉണ്ടാവുള്ളൂ എന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അന്നപ്പം അങ്ങോട്ട് ഇരുന്ന് വരയ്ക്കും. പക്ഷേ അത് മാത്രമല്ല ഗൈസ്, ഇതുണ്ടല്ലോ, ഈ രാത്രി വരയ്ക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. രാത്രി ആകുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരിക്കും, കിളികളും എല്ലാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സും ഉണ്ടാവില്ല. രാവിലെ പകൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ അല്ലെ വോയിസ് റെക്കോർഡ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്നതിനേക്കാളും സൗണ്ട് വേറെ ഉണ്ടാവും. ഒന്നെങ്കിൽ വല്ല കിളി കരയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അമ്മയോ അച്ഛനോ സംസാരിക്കുന്നത്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മൊത്തം വന്നിട്ട് അങ്ങോട്ട് അലമ്പാവും. അതെനിക്കിന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്യാനേറെ ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. പിന്നെ അതങ്ങനെ ആണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള അല്ലെ നമുക്ക് സ്നേഹം തോന്നുന്ന അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായാലും അതിനു വേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമുക്കതൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല. നമ്മൾ അറിയുക പോലും ഇല്ല സമയം പോകുന്നത്. ഫൈനൽ ഇയർ ആയതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് വൈവ എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിൻ്റെ പെരുപ്പിക്കലുണ്ട്. എൻ്റെ അമ്മോ, ആ പ്രഷറിൻ്റെയൊക്കെ ഇടയിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും സമാധാനം. ഈ വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് ലാസ്റ്റ് വരെ കാണണേ. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടാൽ മാത്രമേ ഞാൻ ആരെയാണ് വരയ്ക്കുന്നത്, എന്താ വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണത്. അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നുള്ള അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. ആൻഡ് എൻ്റെ വരെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന്